പല ചാനലിലുമുള്ള പല ജേർണലിസ്റ്റുകളെക്കാളും മിടുക്കനാണ് ആന്റോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഞാനത് അംഗീകരിക്കുന്നു. ജനാധിപത്യം, സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ 24 മണിക്കൂറും വിളിച്ചു കൂകുന്ന റിപ്പോർട്ടർ TV 2 മാസം മുമ്പ് ബാംഗ്ലൂരിലെ ഒരു കോടതിയിൽ പോയിട്ട് ഒരു ഓർഡർ വാങ്ങി. റിപ്പോർട്ടർ TVക്കെതിരായ എല്ലാ വ്യാജ വാർത്തകളും അപകീർത്തികരമായ വാർത്തകളും പിൻവലിക്കണം, ഡിലീറ്റ് ചെയ്യണമെന്നായിരുന്നു ആ കോടതി വിധി. ബാംഗ്ലൂരിൽ പോയാൽ വാങ്ങിയെന്ന് ഓർക്കണം. അതിൽ 24 ചാനൽ ഒഴികെയുള്ള എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പേരുണ്ടായിരുന്നു. 24 ഇല്ലാത്ത ഗോകുലം ഗോപാലൻ 2 ആളിന്റെ ഓണറായിട്ടുണ്ട്. ആ ഓർഡറിന്റെ ബലത്തിൽ ആന്റോ യൂട്യൂബിനും മെറ്റയ്ക്കും ഒക്കെ കത്തയച്ച് സോഷ്യൽ മീഡിയയിൽ ആന്റോക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ വാർത്തകളും റിമൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വാർത്തകൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ യൂട്യൂബർമാരെ കൂടി ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാണ് വാർത്തകൾ ഡിലീറ്റ് ചെയ്ത്. ഏഷ്യാനെറ്റ് ഇതിനെതിരെ കോടതിയിൽ പോയി. ഏഷ്യാനെറ്റിനെ കോടതിയിൽ വാദിച്ച് ജയിക്കേണ്ടി ഒന്നും വന്നില്ല, കഷ്ടപ്പെടേണ്ടി വന്നില്ല. അതിനു മുമ്പ് ഹർജി പിൻവലിച്ച് ആന്റോ ഓടിത്തള്ളി. ആന്റോയുടെ വക്കീൽ 2ാമത്തെ ദിവസം പറഞ്ഞ ഈ ആൾക്ക് കേരളത്തിൽ തട്ടിപ്പ് കേസ് ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നാണ് വക്കീൽ പറയുന്നത്. വാർത്താവിലക്ക് കേസിൽ റിപ്പോർട്ടർ TV ഉടമകളെ കോടതിയിൽ തള്ളിപ്പറഞ്ഞ അഭിഭാഷകൻ. മുട്ടിൽ മരമുറി, മാംഗോ ഫോൺ തട്ടിപ്പ് കേസുകളിൽ റിപ്പോർട്ടർ ഉടമകൾ പ്രതിയാണെന്ന കാര്യം അറിയാതെയാണ് വാർത്താവിലക്ക് ഹർജി ഫയൽ ചെയ്തതെന്നും അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ഇന്നത്തെ ദിവസം തുടങ്ങിയത് ഒരു വക്കീൽ നോട്ടീസ് കണ്ടുകൊണ്ടാണ്. റിപ്പോർട്ടർ TVയുടെ വക്കീല് മെയിൽ വഴി എനിക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. അതിലവർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ മാസം 18-ാം തീയതി ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു ഷോർട്ട് വീഡിയോ റിപ്പോർട്ടർ TVയെയും അതിന്റെ പ്രവർത്തകരെയും അപകീർത്തിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ മെയിൽ കിട്ടി 24 മണിക്കൂറിനകം നിങ്ങൾ ആ വീഡിയോ ഒഴിവാക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. ഈ വീഡിയോയിൽ റിപ്പോർട്ടർ TVയെയും പ്രത്യേകിച്ച് അനിൽകുമാറിനെയും അപകീർത്തിപ്പെടുത്തുന്ന എന്ത് പരാമർശങ്ങളാണുള്ളത്? ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് വൈറ്റ് കോളർ ടെററിസം എന്ന വാക്ക് നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് എത്രയോ തവണ ശ്രീ അരുൺകുമാർ ചാനലിലിരുന്ന് സംസാരിച്ചു. പിന്നീട് പല ഘട്ടങ്ങളിലായി ആ വാർത്ത മാറി മറിഞ്ഞപ്പോൾ പ്രതികളെന്ന് കരുതി പിടിച്ച ചിലരെ വിട്ടയച്ചപ്പോഴൊന്നും ശ്രീ അരുൺകുമാർ ആ പ്രയോഗം തിരുത്താനോ അതല്ലെങ്കിൽ അതിലുണ്ടായ പിശകിനെ കുറിച്ച് സംസാരിക്കാനോ തയ്യാറായില്ല. അതിന്റെ അനന്തരഫലം എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ അടക്കമുള്ളവർ ഇപ്പോഴും ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടാൽ അതിന് താഴെ വരുന്ന കമന്റുകളിൽ ഒരെണ്ണമെങ്കിലും വൈറ്റ് കോളർ ടെററിസം എന്നുള്ളതാണ്. ആ രീതിയിൽ ഇവിടുത്തെ സംഘപരിവാർ തീവ്ര ഹിന്ദുത്വവാദികൾ മുസ്ലിം സമൂഹത്തിനെതിരെ ആ വാക്ക് നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് ആടിത്തിമർക്കുകയാണ്. അതുകൊണ്ട് ശ്രീ അരുൺകുമാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതൊക്കെ താങ്കളുടെയും അറിവോടുകൂടി തന്നെ നടക്കുന്ന കാര്യങ്ങളാണോ? അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മളുടേത്. അവിടെ ആരൊക്കെ ഏതൊക്കെ പ്രസ്താവനകൾ നടത്തിയാലും അതിനെ മാന്യമായ ഭാഷയിൽ വിമർശിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള പൗരാവകാശം എല്ലാവർക്കുമുണ്ട്. അത്തരം വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുതയും വിശാല മനോഭാവവും റിപ്പോർട്ടർ TVക്കും അരുൺകുമാറിനും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചാനലിലിരുന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടിയും കഥാപ്രസംഗം നടത്തുന്നതിൽ ഒരർത്ഥവുമില്ല. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിരുന്ന് ഈ രീതിയിൽ ഇടുങ്ങിയ മനോഭാവത്തോടുകൂടി മാധ്യമപ്രവർത്തനം നടത്തുന്നത് ഫലപ്രദമാകുമോ എന്ന് റിപ്പോർട്ടർ TVയും അരുൺകുമാറും പുനഃപരിശോധിക്കുന്നത് നന്നായി.